വടക്കൻ കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിക്കും. ഇതിനിടെ പ്രതിദിന ട്രെയിനുകളിൽ നിന്നും ഒഴിവാക്കിയ ജനറൽ കോച്ചുകൾ പുനഃസ്ഥാപിക്കാൻ റെയിൽവേയും നീക്കം ആരംഭിച്ചു. ചെന്നൈ എയർപോർട്ട് മാംഗ്ലൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1. ട്രെയിൻ സൗകര്യം വളരെ കുറവാണ്. റെയിൽവേ വേണ്ടത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് ശേഷം വടക്കോട്ട് പോകാൻ ഒരു ട്രെയിനും ഇല്ല. ട്രെയിൻ യാത്രികളുടെ ദുരിതത്തെക്കുറിച്ച് റിപ്പോർട്ട് TV വാർത്താ പരമ്പരയെ തുടർന്ന് വിവിധ തലങ്ങളിലാണ് ഇടപെടൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. അടുത്ത മാസം 3 നിയമസഭാ ചേംബറിലാണ് യോഗം ചേരുക. യോഗത്തിൽ വ്യവസായ വാണിജ്യ മേഖലയിലെ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം വിളിക്കുന്നതാണ് ഞങ്ങളെ അഭ്യർത്ഥിച്ചത്. അദ്ദേഹം അന്ന് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ റെയിൽവേ ചുമതല അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ചുമതലപ്പെടുത്തി കത്ത് ഫോർവേഡ് ചെയ്യാൻ ഞങ്ങളെ അറിയിപ്പ് തരികയും ചെയ്തു. 3-ാം തീയതി മിക്കവാറും മീറ്റിംഗ് കൂടുന്നുണ്ടെന്നാണ്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങളിൽ വന്നത് കൂടി കൂടുതൽ ശ്രദ്ധ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ജനറൽ കോച്ചുകൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കവും റെയിൽവേ ആരംഭിച്ചു. ഔദ്യോഗിക തീരുമാനം വൈകാതെ ഉണ്ടാകും. 4-5 ജനറൽ കോച്ചുകൾ ഉണ്ടായിരുന്നത് നേരത്തെ 2 കുറച്ചിരുന്നു. മെമു ട്രെയിനുകൾ ഉടൻ ലഭ്യമാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. മെമു സർവീസ് ആരംഭിച്ചാൽ മാത്രമേ വടക്കൻ ജില്ലയിലെ യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. റിപ്പോർട്ടർ, കോഴിക്കോട്. AK അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ നടത്തിയ ഒരു ഇടപെടൽ, ആ ഇടപെടൽ കൂടി ഫലം കാണാൻ പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചെങ്കിലും ഒരു ഫലം കിട്ടിയാൽ മതിയായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ ഈ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശരിയായ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ 2 തലത്തിലുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാനോട് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം 3-ാം തീയതി ഒരു യോഗം നിയമസഭയുടെ ഹാളിൽ വെച്ചൊരു യോഗം ചേരാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വാണിജ്യ വ്യവസായ മേഖലയിലെ പ്രമുഖരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രധാനമായും ഇപ്പോൾ മലബാർ മേഖലയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന വലിയ യാത്രാ പ്രശ്നമുണ്ട്. ഇതിന് പരിഹാരം കാണേണ്ടത്, താൽക്കാലിക പരിഹാരമെങ്കിലും ഇപ്പോൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും റെയിൽവേയുടെ ഭാഗത്തും ഇതിന് സമാനമായ ചില നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘദൂര സർവീസുകൾ നോക്കി നേരത്തെ എടുത്തു മാറ്റിയിരുന്ന ഈ ജനറൽ കോച്ചുകൾ, നേരത്തെ 4-5 കോച്ചുകൾ ഉണ്ടായിരുന്നു, അത് 2ആക്കി ചുരുക്കിയിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ അങ്ങനെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിൽ സർവീസുകളിലൊക്കെ ഉണ്ടാകുന്ന തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ മെമു സർവീസുകൾ പുനഃസ്ഥാപിക്കാനും അതോടൊപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിൽ ഈ മെമു സർവീസുകൾ കൊണ്ടുവരാനുള്ള തീരുമാനവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഔദ്യോഗികമായ ഒരു തീരുമാനവും പ്രഖ്യാപനമൊക്കെ അടുത്ത മാസം 3-ാം തീയതി നടക്കുന്ന ഈ യോഗത്തിൽ വെച്ചുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഈ തീവണ്ടിയിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ ദുരിതം അവരോടൊപ്പം യാത്ര ചെയ്ത് തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. തുടർച്ചയായിട്ട് നമുക്ക് ആ വാർത്ത കൈകാര്യം ചെയ്യുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ നൽകിയ ഒരു ഉറപ്പാണ്, വടക്കൻ കേരളത്തിലെ യാത്രാ ദുരിതം തീരുന്നതുവരെ തുടർച്ചയായിട്ട് റിപ്പോർട്ടർ ആ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ടാവും. വരുന്ന ആഴ്ചകളിലും തുടർച്ചയായി ഈ യാത്രാ ദുരിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. യാത്രക്കാർക്കൊപ്പം യാത്ര ചെയ്തും അവരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിലെത്തി കണ്ണ് തുറക്കുന്നതുവരെ റിപ്പോർട്ടറിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടാവും. വടക്കൻ കേരളത്തിലെ യാത്രാ ദുരിതം, കാലുകുത്താനിടമില്ലാത്ത വിധം യാത്രാ ദുരിതം വരുന്നത്. ചില MLA-മാരൊക്കെ കേരളയിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ആർക്കാ ഇത്ര ധൃതി ഉണ്ട് സാർ, പോകാനുള്ള ധൃതി മാത്രമല്ല, അപകടത്തിൽപ്പെടാതെ കൃത്യസമയത്ത് വീടണയാനുള്ള ആൾക്കാരുടെ താല്പര്യമാണ്. അത് നമുക്ക് സംരക്ഷിച്ചേ മതിയാവൂ.